സ്റ്റുഡൻസ്, ഇന്ന് 2008 ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഈ ഫ്രാക്ഷൻസിൻ്റെ അകത്തുനിന്നായതുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ 5 മിനിറ്റെങ്കിലും 5-6 മിനിറ്റെങ്കിലും വേണം എക്സ്പ്ലെയിൻ ചെയ്ത് ചെയ്യണമെങ്കിൽ. പിന്നെ എല്ലാവരും ഇത് ശ്രദ്ധിച്ച് കേൾക്കണം. ഇതുണ്ട്, ഇവിടെ ഡിഫറൻറ്റ് ഡിനോമിനേറ്റേഴ്സാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഡിഫറൻറ്റ് ഡിനോമിനേറ്റേഴ്സ് തരുമ്പോൾ LCM കാണണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പോൾ 2, 6, 12, 20 ഇവയുടെ LCM കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ 4 സംഖ്യയുടെയൊക്കെ LCM കാണാൻ നിങ്ങൾ 12 ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്നാലും ഇത് ശ്രദ്ധിച്ച് കേൾക്കുക. ഇവിടെ കോമൺ ആയിട്ട് പോകുന്നത് 2 കൊണ്ട് പോകും. 2-ൽ 2 1 ടൈം, 6-ൽ 2 3 ടൈംസ്, 12-ൽ 2 6 ടൈംസ്, 20-ൽ 2 10 ടൈംസ്. ഇനി വീണ്ടും 2 കൊണ്ട് ചെയ്യാം. 2 എണ്ണത്തിന് ചെയ്യാൻ പറ്റില്ലാത്ത താഴോട്ട് ഇറക്കി എഴുതുക. 1-ലൊന്നും പോകത്തില്ല, 3-ൽ 2 പോവില്ലാത്തതുകൊണ്ട് 3 താഴോട്ട് ഇറക്കി എഴുതി. 6-ൽ 2 3 ടൈംസ് പോകും. ഇനി 10-ൽ 2 5 ടൈംസ് പോകും. ഇനി 2 3 ഉള്ളത് കൊണ്ട് നമുക്ക് ഒരു പ്രാവശ്യം കൊണ്ട് 3 കൊണ്ട് ഇതിനെ സോൾവ് ചെയ്തെടുക്കാം. 1, ഈ 1 ഇങ്ങോട്ട് താഴോട്ട് ഇറക്കി എഴുതണം. 3-ൽ 3 1 ടൈം, വീണ്ടും ഈ 3-ൽ 1 ടൈം, 5 ഇറക്കി എഴുതുക. അപ്പോൾ ഇവിടെ LCM എന്ന് പറയുന്നത് ഇതിൻ്റെ എല്ലാം കൂടെ പ്രോഡക്റ്റാണ്. LCM എന്ന് പറഞ്ഞാൽ L ഷേപ്പ് കിടക്കുന്നതിൻ്റെ പ്രോഡക്റ്റ്, ഇങ്ങനെ കിടക്കുന്നതിൻ്റെ പ്രോഡക്റ്റാണ്. അതായത് 2 × 2 × 2 × 3 × 5, 2 × 2 × 3 × 5 വരും. ഇവിടെ പ്രോഡക്റ്റ് ഇതെല്ലാം കൂടി ഒന്ന് ഇൻറ്റു ചെയ്ത് നമുക്ക് എടുക്കാം. 2 × 2 × 3 × 5. ടു ഇൻറ്റു 2 × 3 × 5, 2 × 2 4, 4 × 2 12, 12 × 5 60 വരും. അപ്പോൾ ഇതിൻ്റെ LCM 60 ആണ്. ഇനി നമുക്കിത് ഓരോന്നിൻ്റെയും ഡിനോമിനേറ്ററിനെ 60ക്ക് തുല്യമാക്കണം. അതിനുവേണ്ടി ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാം. 1/2 എന്നുള്ള ഫ്രാക്ഷൻ ആദ്യം എടുക്കാം. ഇവിടെ ഈ 2 ആണല്ലോ ഇതിൻ്റെ ഡിനോമിനേറ്റർ. ഈക്വൽ ഫ്രാക്ഷൻ ആക്കണമെങ്കിൽ എല്ലാത്തിൻ്റെയും ഡിനോമിനേറ്റർ 60 ആക്കണം. അപ്പോൾ ഈ 2വിനെ എത്ര കൊണ്ട് ഇൻറ്റു ചെയ്താൽ 60 കിട്ടുമെന്ന് നോക്കാം. 30. അതായത് 60യെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 കിട്ടും. 60 ആകുമ്പോൾ 30. അപ്പോൾ ന്യൂമറേറ്ററിനെ എന്ത് ചെയ്യണം? 30 കൊണ്ട് തന്നെ ഇൻറ്റു ചെയ്യണം. അല്ല വിലയിൽ വ്യത്യാസം വരും. അപ്പോൾ 30/60 എന്ന് വരും. ഇനി അടുത്ത രണ്ടാമത്തെ ഫ്രാക്ഷൻ 1/6 ആണ്. 1/6 എടുത്തു. 6നെ എത്ര കൊണ്ട് ഇൻറ്റു ചെയ്താൽ 60 കിട്ടുമെന്ന് നോക്കുക. 10 കൊണ്ട്. അപ്പോൾ ന്യൂമറേറ്ററിനെ എന്ത് ചെയ്യണം? 10 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ 10/60 കിട്ടും. ഇനി വീണ്ടും അടുത്ത ഫ്രാക്ഷൻ എടുക്കുക. അടുത്ത ഫ്രാക്ഷൻ 1/12 ആണ്. 1/12. അപ്പോൾ ഇവിടെ 12നെ എത്ര കൊണ്ട്, നമ്മൾ 12ന് ടേബിളൊക്കെ പഠിച്ചിരിക്കുന്നതാണ്. 12 5s are 60. അപ്പം ന്യൂമറേറ്ററിനെ 5 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ 1 × 5 5, 12 × 5 60 വരും. ഇനി ലാസ്റ്റ് 1/20. 1/20. അപ്പോൾ 20 എത്ര കൊണ്ട് ഇൻറ്റു ചെയ്താൽ 60 കിട്ടുമെന്ന് നോക്കാം. 3 കൊണ്ട്. 2 3s are 6. അപ്പോൾ 20 × 3. അപ്പോൾ ന്യൂമറേറ്ററിനെ എന്ത് ചെയ്യണം? സെയിം നമ്പർ കൊണ്ട് തന്നെ ഇൻറ്റു ചെയ്യണം. അപ്പോൾ എത്ര വരും? 3/60 വരും. ഇനി ഇതെല്ലാം കൂടി ടോട്ടൽ എടുത്താൽ മതി. ആദ്യത്തേത് 1/2, പിന്നെ 1/6, 1/12, 1/20. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടെ 1/2ൻ്റെ 30/60 പ്ലസ് 10/60 പ്ലസ് 5/60 പ്ലസ് 3/60. 3/60. ഇനി നമുക്കിതെല്ലാം കൂടെ കൂട്ടാം. 30 + 10 40, 40 + 5 45, 45 + 3 48, 48/60. അപ്പോൾ നമുക്കിതിനെ ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ചെറുതാക്കി നമുക്ക് വയ്ക്കാം. അപ്പോൾ നമ്മൾ ടേബിൾ പഠിച്ചിട്ടുണ്ടോ? നമുക്കിവിടെ 48ഉം 60. അപ്പോൾ ഇതിന് നമുക്ക് മാക്സിമം മിനിമൈസ് ചെയ്യാൻ ആ ഓപ്ഷൻസിൽ കിടക്കുന്ന ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾ നോക്കണം. അപ്പോൾ ഇവിടെ 48നെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ചെറുതാക്കി എടുക്കാം. 48നെ ചെറുതാക്കുമ്പോൾ
48നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്കിവിടെ ചെറുതാക്കി എടുക്കാം. /12. ഇപ്പോൾ 60 എന്ത് ചെയ്യണം? 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ടേബിൾ പഠിച്ചിട്ടുണ്ട്. 12 4s are 48, 12 5s are 60. ഞാൻ ടേബിൾ പഠിച്ചിരുന്ന ഇതാണ് ഗുണം. അപ്പോൾ ഫൈനൽ ആൻസർ എത്ര വരും? 4/5. അപ്പം ഞാൻ ഈ റെക്റ്റാങ്കിളിൻ്റെ അത് ഇട്ടിരിക്കുന്നതിൻ്റെ കാൽക്കുലേഷനാണ്. അത് നിങ്ങൾ മറക്കാതെ തന്നെ അത് കണ്ട് മനസ്സിലാക്കി ചെയ്യുക. അപ്പോൾ ആൻസർ ഫൈനൽ ആൻസർ 4/5. അപ്പോൾ ഇത് ഒരു കണ്ട ചെറിയ ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. എന്നാൽ അത്ര ചെറിയ ക്വസ്റ്റ്യൻ അല്ല. നിങ്ങൾ വീണ്ടും വീണ്ടും ചെയ്ത് ശീലിക്കുക. അപ്പോൾ ഇപ്പോഴും ഡിഫറെൻറ്റ് ഡിനോമിനേറ്റർ വന്നാൽ LCM കണ്ടിട്ടേ ചെയ്യാവുള്ളൂ. അടുത്ത ഒരു പ്രോബ്ലം അടുത്തൊരു വീഡിയോയിൽ ഇടാം. താങ്ക് യു.